തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പീഡാനുഭവത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ധ്യാനിക്കുന്നതിന് മുൻപുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണ് നോമ്പിൻ്റെ ഈ നാളുകൾ. വേദപുസ്തക വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായ സമയം ഈ നാളുകളിൽ കണ്ടെത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് നേരിട്ടതായ 3 പരീക്ഷകളെക്കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ വിവരിക്കുന്നത്. ഈ 3 പരീക്ഷകളിലും ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നതിന് കർത്താവിന് തുണയാകുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയും മുന്നൊരുക്കവുമാണ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രലോഭനം ബിഷപ്പിൻ്റെ പ്രലോഭനം. ബിഷപ്പിൻ്റെ പ്രലോഭനം. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രലോഭനം. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ പരീക്ഷ. ഞാൻ മാത്രം വലുതും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് എന്നെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന ചിന്ത അപകടകരമാണ്. അത് സാമൂഹ്യ വിരുദ്ധമാണ്. അത് ദൈവ സൃഷ്ടിയോടുള്ള അനാദരവാണ്. അടിസ്ഥാന ആവശ്യങ്ങളായ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നതിനേക്കാൾ ആത്യന്തിക ആവശ്യമായ ദൈവരാജ്യത്തിന് മുൻഗണന നൽകണമെന്നാണ് ഗിരിപ്രഭാഷണത്തിലൂടെയും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന മറുപടിയാണ് കർത്താവ് ഈ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് നൽകുന്നത്. രണ്ടാമത്തെ പ്രലോഭനം അധികാരത്തിൻ്റെ പ്രലോഭനം. അധികാരത്തിൻ്റെ പ്രലോഭനം. ഈ ലോകത്തിലെ സകല രാജ്യങ്ങളെയും കർത്താവിനെ കാണിച്ചതിന് ശേഷം സാത്താൻ പറയുന്നു, നീ എന്നെ വണങ്ങി നമസ്കരിക്കുന്നുവെങ്കിൽ എല്ലാ അധികാരങ്ങളും ഞാൻ നിനക്ക് നൽകാം. ഇത് അധികാരത്തിൻ്റെ പ്രലോഭനമാണ്. മാത്രമല്ല, മറ്റ് 2 പ്രലോഭനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രലോഭനത്തിൽ നീ ദൈവപുത്രനെങ്കിൽ എന്ന സംബോധന ഇവിടെ സാത്താൻ ഉപയോഗിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ സ്വത്വബോധത്തെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും ഒക്കെ മറക്കുമ്പോഴാണ് അധികാരത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ പിന്നാലെ പായുന്നവരായി നമ്മൾ മാറുന്നത്. എന്നാൽ വ്യത്യസ്തമായ ഒരു മാതൃക ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നു. എല്ലാ അധികാരങ്ങളും നേടിയെടുക്കുന്നതിനും വേണ്ടി മറ്റുള്ളവരെ വണങ്ങേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നാം ആരാധിക്കേണ്ടതും നമസ്കരിക്കേണ്ടതും ദൈവത്തെ മാത്രമാണ്. അതിനാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന മറുപടിയാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കർത്താവ് നൽകുന്നത്. മൂന്നാമത്തെ പ്രലോഭനം വിശ്വാസത്തിൻ്റെ പ്രലോഭനം. വിശ്വാസത്തിൻ്റെ പ്രലോഭനം. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്നതാണ് മൂന്നാമത്തെ പരീക്ഷ. ഇത് വിശ്വാസത്തിൻ്റെ പരീക്ഷയാണ്. ഇവിടെ ദൈവത്തിൻ്റെ അധികാരത്തെയും സ്നേഹത്തെയും ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസവും ആധ്യാത്മിക ജീവിതവുമൊക്കെ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനും ദൈവത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിന് പ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുമാണ്. അതുകൊണ്ട് അതിന് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ മറുപടി നൽകുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നതാണ്. ഇന്ന് ഈ നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവിൻ്റെ പരീക്ഷകളെക്കുറിച്ചാണ്. ഈ 3 പരീക്ഷകളിലും ഉചിതമായ തിരഞ്ഞെടുപ്പുകളാണ് കർത്താവ് നിർവഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്നതായ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്രിസ്തുവിനെ പോലെ ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.